ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഇന്ന് നമ്മളെ എടക്കണമ്പേത്തമ്പലത്തിലെ കലവറ ഇറക്കൽ ഘോഷയാത്ര, അതിന് ശേഷം സാംസ്കാരിക സദസ്സ്, പിന്നെ കുട്ടികളുടെ നൃത്യങ്ങൾ, കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ലേറ്റായിട്ട് ഉള്ളേ, ഇന്ന് പണിയുണ്ടായിരുന്നു, തീർക്കേണ്ട പണിയായിരുന്നു. പണി എങ്ങനെയല്ലോ തീർത്തിട്ട് പാഞ്ഞും വന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കലവറ ഇറക്കലിന് പോകണം. എൻ്റെ ചെണ്ടമുട്ടെന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അങ്ങ് എത്താനായി, ഇങ്ങോട്ട് എത്തി. അമ്പലത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മളെ പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അവിടെ പോയി എടുക്കണമെന്നുണ്ടായിരുന്നു മനസ്സിൽ ആഗ്രഹം. എന്താ ചെയ്യുക, ആഗ്രഹങ്ങളല്ലേ, എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ച് കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ ലേറ്റായിപ്പോയി. നമുക്ക് ഇനിയും പറഞ്ഞ് ലേറ്റാക്കണ്ട, നേരെ പോയി കാഴ്ചകളൊക്കെ കാണാം, അമ്മയുടെ അനുഗ്രഹമൊക്കെ നേടാം. അപ്പോൾ പോവാം.
ചിരി ഘോഷയാത്ര കഴിഞ്ഞു വന്ന ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും നല്ല ചായയും കടിയുണ്ട് കേട്ടോ. അമ്മ കുടിച്ചാ? എന്തുണ്ട് ചായയും കടിയും? എന്തുണ്ട്? അടിപൊളിയാ? ആ മാഷേ പറ. ആരായത്? ഉദ്ഘാടകയാണ് പ്രേമജ ടീച്ചർ. പ്രേമ ടീച്ചർ ഭർത്താവ് ഹരിനർമ്മ സൈഡ്. കാരണം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വരുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയായിരിക്കും. എഴുത്തുകാരിയല്ലേ? എഴുത്തുകാരിയാണ്, പ്രഭാഷകയാണ്, സംഗീതജ്ഞയാണ്, കേട്ടോ. അരക്കണമ്പയത്ത് സമിതിന്റെ കർമ്മധീരമായ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇത് കോൽക്കളീന്റെ ഗുരു. ശാന്തല ചേച്ചിനെ പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പൂർത്തിയാവൂല. ശാന്തല ചേച്ചി ഇല്ലാണ്ട് ഇവിടെ പൂർത്തിയാവൂല. നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എങ്ങും നിറയും വെളിച്ചമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തോന്നും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും എൻ ദേവിയേ, എടക്കണേമ്പേത്ത് വാഴുമിൻ അമ്മയേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എന്നും നിറയും വെളിച്ചമേ. നാട്ടുകാര് അടക്കണമ്പയത്ത് ഭഗവതിയമ്മയുടെ 20ാമത് ഉത്സവ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരെയും ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റിയുടെയും സ്വാഗതം ചെയ്യുകയാണ്. 20ാമത്തെ ഉത്സവം എന്ന് പറയുമ്പം ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇതിൻ്റെ കുടുംബക്കാർക്കും കൃത്യമായൊരു ആത്മപരിശോധന നടത്തിയാൽ ഇവിടെയുള്ള എടക്കണമ്പേത്ത് ഭഗവതിയുടെ ആ കാരുണ്യത്താൽ ഇവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായി പരിശോധിച്ചാൽ ഇവിടെയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ പറ്റി ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. അത് ശരിയുടെ ഭാഗത്ത് വിശ്വാസികൾ നിൽക്കും, കുടുംബങ്ങൾ നിൽക്കും, നാട്ടുകാർ നിൽക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ ഭാഗമായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത്. കൂടുതലായി നിങ്ങൾക്ക് സംസാരിച്ച സമയം പാഴാക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വളരെയധികം പ്രവർത്തനങ്ങൾ ഉത്സവത്തിന് ശേഷം നടത്തേണ്ടതായിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള ക്ഷേത്രവും ഉത്സവ ആഘോഷ കമ്മിറ്റി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ശ്രീ വിക്രമരാജൻ, പ്രസിഡന്റ് ക്ഷേത്ര കമ്മിറ്റി, ഇവർ
വ്യക്തികളെ, പ്രിയമുള്ള നാട്ടുകാരെ, മക്കളെ, ഇലക്ട്രോണിക് മഹാഗണപതി ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ 4 മണിയെ കുറിച്ച് സെക്രട്ടറി ശ്രീ നാരായണൻ വിശദമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതലായി എനിക്കൊന്നും പറയുന്നില്ല. മാത്രമല്ല, കുറേ വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്നത് അവർക്ക് പലതും പറയാനുണ്ടാകും. എങ്കിലും ഏതാനും വാക്കുകൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഇടക്കണമ്പലത്ത് ഭഗവതി ക്ഷേത്രം എന്ന രീതിയിൽ ചെറിയ ഒരു ക്ഷേത്രം പണിത് ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി പ്രമിജ ഹരീന്ദ്രനെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ വിക്രമരാജൻ സർ, സ്വാഗതം പറഞ്ഞ നാരായണേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇടക്കണ്ടത്ത് ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിഞ്ഞത് കുറച്ചു മുമ്പേ തന്നെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു കാവിനോടനുബന്ധിച്ച് ഒരു വായനശാല പടുത്തുയർത്തുക എന്നത് വളരെ 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 കാണാൻ കഴിയാത്ത, എവിടെയും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമങ്ങളിൽ വായനശാലകളുണ്ട്, പക്ഷെ ഒരിക്കലും ഒരു കാവ്യോടനുബന്ധിച്ച ഒരു വായനശാല എന്നതൊരു നൂതനമായ ഒരു ആശയം തന്നെയാണ്. എന്തായാലും അത് നടപ്പിലാക്കിയ ഇതിന്റെ ഒരു ഭാരവാഹികൾക്ക് ഒരു അഭിനന്ദനം ആദ്യം തന്നെ അറിയിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോഴാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. കാരണം അവരിലൊക്കെ ഞാൻ കാണുന്നത് പഴയ എന്നെയാണ്. ഒരു കുഞ്ഞു പ്രേമജ പണ്ടുണ്ടായിരുന്നു. ഇതുപോലെ കാവുകളിലൊക്കെ ഓടി നടക്കാനൊക്കെ ആഗ്രഹിച്ച് നടന്നിരുന്ന, തെയ്യങ്ങൾ കാണാനും കൂട്ടുകൂടി നടക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് വളരെ ആ കാവിലൊക്കെ പോകൽ വളരെ കുറവാണെങ്കിലും പണ്ട് ശരിക്കും ഇന്ന് ഞാൻ ആരായി തീർന്നിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു 10-14 പുസ്തകങ്ങളൊക്കെ എഴുതിയ, അത്യാവശ്യം 4 ആളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയുന്ന, ഒരു നല്ല അധ്യാപികയായി തീരാൻ കഴിഞ്ഞ ഒരാളൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കുട്ടിക്കാലം തന്ന ഇത്തരം ഒരു സൗഭാഗ്യങ്ങളൊക്കെ അതിന്റെ ഒരു കാരണമായി ഞാൻ കണക്കാക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കാവുകളും നിങ്ങളെ എഴുത്തും തമ്മിൽ എന്താ ബന്ധമുള്ളത്? തീർച്ചയായും ബന്ധമുണ്ട്. കാരണം മുമ്പൊക്കെ മിക്കവാറും എല്ലാ കാവുകളിലും കളിയാട്ടങ്ങളോടനുബന്ധിച്ച് ഒരു നാടകം ഉറപ്പായും ഉണ്ടാവും. എല്ലാ വർഷവും എല്ലാ കാവുകളിലും ഓരോ നാടകം ഉണ്ടായിരിക്കും. അപ്പൊ അതൊരിക്കലും ഞങ്ങൾ ഒഴിവാക്കിയിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കടാങ്കോട്ട് മാത്രം നാടകമൊക്കെ കണ്ട് വായ പൊളിച്ച് അമ്പരന്നിരുന്നതൊക്കെയാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് സ്കൂളിൽ പോയാലും ഞങ്ങൾ ചെയ്യുന്നൊരു പണി ഇതുപോലെ നാടകം സ്വന്തമായി എഴുതി ഉണ്ടാക്കുകയായിരുന്നു. അതുപോലെ അവരെ അഭിനയിച്ച പോലെ ഒരു നാടകം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എഴുതി നോക്കി ഞങ്ങളൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നമ്മൾ തന്നെ അത് അഭിനയിച്ചൊക്കെ സ്കൂളിൽ നിന്ന് മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ മധുരമായി പാടി വിളിക്കുന്നു ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഇതിന്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് പുരുഷമാഷിന്
ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൗഢമായ വാക്കുകളാൽ, ഭാഷകളാൽ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി പ്രേമജ ഹരീന്ദ്രന് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ സദസ്സിന്റെ ഉദ്ഘാടക ശ്രീമതി പ്രേമജ ഹരീന്ദ്രൻ ഒരു പ്രാസംഗിക മാത്രമല്ല, നന്നായി പാടുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് ഇവിടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കാണും. ഇവരുടെ ചില കവിതകൾ രാവിലെ ആകാശവാണിയിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട്. കണ്ണൂർ ആകാശവാണിയിൽ രാവിലെ ചിലപ്പോഴൊക്കെ ഇവരുടെ കവിതകൾ നിങ്ങൾക്കും ശ്രദ്ധിക്കാവുന്നതാണ്. അതിനിവിടെ ക്ഷണിച്ച ഈ കമ്മിറ്റിയോടും അതോടൊപ്പം തന്നെ എന്നെ ഇവിടേക്ക് നിയോഗിച്ച എൻ്റെ പറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്, ശ്രീ ശ്രീധരൻ നമ്പൂതിരിക്കുമുള്ള കടപ്പാട് ഞാൻ ഇവിടെ ആദ്യമേ അറിയിക്കുകയാണ്. ഈ എടക്കണമേ തമ്മിയുടെ ഈ തിരുമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ, പണ്ട് ഇതിന്റെ പുനരുദ്ധാരണമൊന്നും നടക്കാത്ത കാലത്ത് ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം, ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു പുതിയ മദ്യഷാപ്പ് ഗവൺമെന്റ് അനുവദിച്ചു. അപ്പൊ ആ മദ്യഷാപ്പ് നമ്മുടെ നാട്ടിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ആ മദ്യഷാപ്പിനെതിരെ സമരം ആരംഭിച്ചു. സമരം വളരെക്കാലം നീണ്ടുനിന്നു. വിവിധ ഘട്ടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതികളിൽ സമരം നടത്തിയെങ്കിലും സമരം അന്ന് പരാജയപ്പെട്ടു. പക്ഷേ അപ്പോഴും ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ തൊട്ടടുത്ത് എടക്കണമ്പേത്ത് ക്ഷേത്രമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ശ്രീകോവിലുണ്ടെങ്കിൽ അവിടെ വിളക്ക് വെക്കുവാൻ സാധിച്ചെങ്കിൽ നമുക്ക് അന്ന് മദ്യഷാപ്പും ദേവാലയങ്ങളും അല്ലെങ്കിൽ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ, മദ്യഷാപ്പും ഈ സ്ഥാപനങ്ങളും ഒക്കെ 200 മീറ്ററോ 300 മീറ്ററോ അകലം ഉണ്ടാവണം എന്നൊരു നിബന്ധന അന്നുണ്ടായിരുന്നു. ഇന്നതുണ്ടോന്ന് അറിയില്ല. ആ നിബന്ധന പ്രകാരം ഇവിടെ ഒരു വിളക്ക് വെച്ചാൽ ഈ കള്ളുഷാപ്പിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു 3-4 ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന ഒരു സംഭവം. വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ കണ്ട കാഴ്ച ഇന്നും മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ഒരു ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണിട്ടില്ല, ചരിഞ്ഞു കിടക്കുന്നു. അതിന്റെ ഒത്ത നടുവിൽ കൂടി ഒരു വൃക്ഷം ഉയർന്ന മുകളിലോട്ട് പോയിരിക്കുന്നു. എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. ഇത്തരത്തിൽ ജീർണാവസ്ഥയിൽ കിടക്കുന്ന ശ്രീകോവിലിന്റെ നടുവിൽ കൂടി ഒരു ദേവവൃക്ഷം വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജീർണാവസ്ഥയിലാണെങ്കിലും ആ സങ്കേതത്തിൽ ചൈതന്യം നശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അത് നൽകുന്നത് എന്ന് എവിടെയോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ആ ഒരു രംഗം കണ്ടതോടുകൂടി നമ്മുടെ ചിന്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അന്നും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. കാരണം അന്ന് പറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ശ്രീ PM ഗണേഷ് കുമാർ, അദ്ദേഹം നമ്മുടെ
ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റാണ്. ശ്രീ ഗണേഷ് കുമാറിനെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിച്ചോളുന്നു. ശ്രീ എടക്കടമ്പത്ത് ഭഗവതി അമ്മയുടെ 20ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം കളിയാട്ട മഹോത്സവത്തോടും അനുബന്ധിച്ച് ഇവിടെ ചേർന്ന പ്രൗഢഗംഭീരമായ സാംസ്കാരിക സദസ്സിൽ ശ്രീ അഡ്വക്കേറ്റ് പി വിക്രമരാജൻ അധ്യക്ഷത വഹിക്കുകയും കാവുകളും കൂട്ടായ്മയും അതിൻ്റെ പ്രസക്തിയും നല്ലവിധം വിശദീകരിച്ചു തന്ന ഉദ്ഘാടക ശ്രീ പ്രേമജ ഹരീന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേർന്ന എടക്കണേമ്പത്ത് അമ്മയുടെ കുടുംബക്കാർ, നാട്ടുകാർ എല്ലാവർക്കും ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് TV ശ്രീജിത്ത്, അദ്ദേഹം ഉത്സവാഘോഷ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചോളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളെ, നമ്മുടെ എടക്കണമ്പേത്ത് ക്ഷേത്രം അനുദിനം ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടുകയാണ്. അതിനൊപ്പം നമ്മുടെ നാട്ടുകാരും ഇരുകൈ മറന്നുകൊണ്ട് ഇതിനപ്പുറം കമ്മിറ്റിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളതിനാൽ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, എടക്കണമ്പേത്ത് ഭഗവതി അമ്മയുടെ 20ാമത് കളിയാട്ട മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രശസ്ത എഴുത്തുകാരിയും പ്രഗത്ഭയായ പ്രഭാഷകയുമായ ശ്രീമതി പ്രേമജ ഹരീന്ദ്രൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷനും അഡ്വക്കേറ്റ് വിക്രമേട്ടൻ, സെക്രട്ടറി നാരായണേട്ടൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയം നൽകുന്ന ഇഷ്ടവരപ്രസാദിനിയായ ശ്രീ എടക്കണമ്പേത്ത് ഭഗവതിയമ്മയുടെ കളിയാട്ട മഹോത്സവം പ്രദേശത്തെ സകലമായ ജനങ്ങൾക്കും ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സർവോപരി സമഭാവനയുടെയും ഒരു മഹോത്സവമാണ്. കുട്ടികളുടെ ചിലങ്കുകൾ അങ്ങിങ്ങും കാതോർത്ത് നിൽക്കുമ്പോൾ കൂടുതൽ വാക്കുകൾ പറഞ്ഞ് ഈ സമയം ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയാൽ സമയക്കുറവിന്റെ കുറവുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന്റെ ഈ ചടങ്ങിന് വേറൊരു കാര്യം കൂടി നടക്കാനുണ്ട്. ഒന്ന്, നമുക്കിവിടെ ഒരു ഗുരുദേവ ഗ്രന്ഥാലയത്തിന്റെ ലൈബ്രറി കാര്യം എല്ലാവരും പറഞ്ഞു. ഈ ഗുരുദേവ ഗ്രന്ഥാലയം ലൈബ്രറിയായിട്ട് ഉയരുന്നതിന് വേണ്ടി ഏറ്റവും കഠിനമായി പ്രയത്നിച്ച നമ്മുടെ മുൻ ലൈബ്രറിയൻ പ്രജിഷ OP-യാണ്. അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ മുഴുവൻ സമയവും ഇതിന്റെ റെക്കോർഡുകളൊക്കെ നമ്മളൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ ശേഖരിക്കുകയാണെങ്കിൽ പോലും പ്രജിഷയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വിക്രമാടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. നമ്മുടെ
പ്രസിഡന്റാണ് വിക്രമേട്ടനാണ്. പ്രേമ ടീച്ചറെയും വിക്രമേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നത് ശ്രീ നാരായണേട്ടൻ, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി. ഇതൊരു സിനിമാ കഥയാണ്. ഇത് എടക്കണമ്പേത്ത് ഉത്സവം ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ഒരു സമാഹാരത്തിൽ. അതുപോലെ ഇതിന്റെ സാഹചര്യം ജയേട്ടൻ പറയുന്നതാണ്. എല്ലാവരുടെയും കയ്യടികൾ ഏറെ ബഹുമാനത്തോടെ ജയേട്ടൻ സമർപ്പിക്കുന്ന ഈ ഒരു രചന, ഒരു സിനിമാ കഥ ഏറ്റുവാങ്ങി നമ്മുടെ ശ്രീ നാരായണേട്ടൻ നല്ല കയ്യടികൾ ഒതുക്കി കൂടി കൊടുക്കുക. ജയേട്ടൻ ഒരു രണ്ട് വാക്ക് നമ്മളോട്. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ ഇന്ത്യയുടെ പേര് വെച്ച് ഒരു പൂച്ചയെ വളർത്തി. അതായത് ഇന്ത്യ എങ്ങനെ ഇന്ത്യയെ വളർക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പൊ അതിനൊരു നല്ലൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത പണിയായിരുന്നു. ചങ്ങായിമാരെ, ഞാൻ ഇടക്കണമ്പേത്തിനെല്ലാം വീട്ടിലെത്തിയേട്ടാ. അമ്മയുടെ തന്നെ ഉണ്ട് പരിപാടി കണ്ടോണ്ടിരിക്കുന്നത്. എനിക്കാണ് പണിയുണ്ട്, തീർക്കേണ്ട ഒരു പണിയുണ്ട്. അതുകൊണ്ട് പോകണം. അതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ടാ ഉള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നാളെ 6ാമത്തെ ദിവസമാണ് ഉത്സവത്തിൻ്റെ. 7ാമത്തെ ദിവസം സമാപിക്കും. നാളെ വെള്ളാട്ടങ്ങളാണ് ഉള്ളത് തെയ്യത്തിൻ്റെ. അത് കഴിഞ്ഞ് മറ്റന്നാൾ പുലർച്ചെ മുതൽ തെയ്യം കീയും. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.